അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ കുറച്ച് മസാലക്കൂട്ടുകളൊക്കെ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതെല്ലാം പല പല വെറൈറ്റി മസാലകളാണ്. അപ്പോൾ ഈ സാധനം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 24 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിൽ വെച്ച ഫിഷ്, അതായത് നമ്മൾ ക്ലീൻ ചെയ്ത് മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിൽ വെച്ച ഫിഷ് വെച്ചിട്ട് നമ്മളൊരു വെറൈറ്റി കറിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ മാരിനേറ്റ് ചെയ്ത സാധനം വരുമ്പോൾ എടുത്തോ പെട്ടെന്ന് മീൻ റെഡി ആയിട്ടുണ്ട്. ഇതല്ല, ഇതാണ് നമ്മുടെ 24 കൈ ഭയങ്കരമായിട്ട് തണുത്തിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തുറക്കാവേ. ശരി, ഐസ് അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഈ വെറൈറ്റി കറി ഉണ്ടല്ലോ, അടിപൊളി സാധനമാണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പാൻ, നമ്മുടെ മൺപാൻ രാജസ്ഥാനി പാത്രമാണ്. അപ്പൊ നമ്മളിവിടെ അതായത് എണ്ണയും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് നമുക്കൊരു മീഡിയം രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് പിന്നെ കഥയുടെ കളികൾ മാറാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം നമുക്കിത്. അപ്പൊ അവിടെ ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ. അത് ചൂടാകാൻ ഇച്ചിരി താമസിക്കും, പക്ഷെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ചൂടാണ്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ നമുക്ക് എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇത് ഐസൊക്കെ ഇതിൽ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. എണ്ണ ഒന്ന് ചൂടാകട്ടെ. എന്നിട്ട് വേണം നല്ല എരിയും എല്ലാം പിടിച്ച ആ ഒരു ഐസിട്ട മീൻകറി. അത് അടിപൊളി സാധനം. അപ്പൊ ഇതൊന്ന് ചൂടാക്കട്ടെ. അത് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ എണ്ണ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫ്രീസ് ചെയ്ത സാധനം, പക്ഷെ ഇത് ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. ഇതിൽ നമ്മുടെ ഐസിന്റെ അംശമൊക്കെ ഉള്ളതുകൊണ്ടുണ്ടല്ലോ, വെള്ളം എണ്ണയിലേക്ക് വീഴുമ്പോഴത്തേക്ക് സൂക്ഷിച്ചോണം. അത് കാരണം ഒരു അടപ്പ് ഇങ്ങനെ കയ്യിലെടുത്ത് മേടിച്ചോണം. ഇത് ഒത്തിരി എണ്ണ ചൂടായതിനു ശേഷം ഇടല്ലേ, എല്ലാം കൂടെ ഒരു മീഡിയം ലെവലിൽ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക്. ഇതിപ്പോ നമ്മൾ എടുത്തിരിക്കുന്ന മീൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എന്താ വെച്ചാൽ പേര് മാന്തൽ. തൊലിയൊക്കെ ഉരിക്കുന്ന ഒരു മീനില്ലേ, അതെ, പല പേരിലായിട്ടും അറിയപ്പെടുന്നത്. നമ്മുടെ ആലപ്പുഴ ഭാഗത്തേക്ക് ഇത് മാന്തൽ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് നല്ല അടിപൊളിയായിട്ട് നമ്മളത് കാണിക്കാനായിട്ട് പറ്റാഞ്ഞെന്ന് വെച്ചാലേ, നമ്മളിത് നേരത്തെ തന്നെ എടുത്ത് നല്ല ക്ലീൻ ചെയ്ത് ഫ്രീസറിലെല്ലാം റെഡിയാക്കി വെച്ച്, ഇങ്ങനെ നമ്മള് കുറച്ചെടുത്ത് മീനൊക്കെ റെഡിയാക്കി ഫ്രീസറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യ സമയങ്ങളിൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പൊ വേറെ കാര്യമുണ്ട്, ഈ എണ്ണ നമ്മൾ വെച്ചിരിക്കുന്ന ആ ഇതില്ലേ, തീ ഇച്ചിരി കുറച്ച് വെക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഈ വെള്ളാംശത്തിന്റെ ഉള്ള ഈ മീൻ അങ്ങോട്ട് ഇടുമ്പോഴേ എല്ലാം കൂടെ അതന്നെ അപ്പൊ ഡേഞ്ചറാണ്. അപ്പൊ ഇതൊന്ന് നമുക്ക് വറുത്ത്, അതായത് 2 സൈഡും ഒന്ന് ഒരു മീഡിയം രീതിയിൽ വറുത്തെടുത്താൽ മതി. ഒരുപാടങ്ങ് ഡീപ്പായിട്ടൊക്കെ വറക്കരുത്, ഒരു മീഡിയം രീതിയിൽ വറുത്തെടുക്കുക. അപ്പൊ അത് നമ്മൾ ഇന്ന് റെഡി ആക്കിട്ടെ. നമ്മൾ അടച്ചു വെച്ച സംഭവം നമുക്ക് തുറന്നു നോക്കാവേ. ഇപ്പൊ അതിന്റെ ക്രിസ്റ്റലൊക്കെ മാറിയിട്ടുണ്ട്. അതെ, അത് ചൂടായി സാധനം. നമുക്ക് അതിനകത്തോട്ട് നമുക്ക് തണ്ടോടെ 2 കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. അതിന്റെ ആ ഒരു ഫ്ലേവർ ഒക്കെ കൂടെ അതിനകത്ത് പിടിക്കണം. ഇനി നമുക്ക് അതൊന്ന് ഹാഫ് കുക്ക് ആകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മീൻ റെഡി ആയത് നമുക്ക് തുറന്നു നോക്കാം. അടിപൊളി, ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. കറിവേപ്പിലയുടെ മണം സൂപ്പർ. ഈ വീഡിയോ കൂടെ ഇതിനൊക്കെ മണം കൂടെ കിട്ടുന്ന ഒരു സംവിധാനം. അതന്നെ, അങ്ങനത്തെ ഒരു സിസ്റ്റം കൂടെ ഇനി കൊണ്ടുവരണം. അതെ, എന്നാലല്ലേ നമുക്ക് കൊതിക്കാൻ പറ്റുന്നത്, അങ്ങനെ കൊതിപ്പിക്കാൻ പറ്റുന്നത്. ഒരു കാര്യം ചെയ്യും, ഞാൻ തിരിച്ചിടാം. അപ്പൊ ഇത് കംപ്ലീറ്റ് നമുക്ക് ഒന്നുകൂടെ തിരിച്ചിട്ടുണ്ടല്ലോ. ഒരു നമ്മളിപ്പം എത്രയായി 2 മിനിറ്റ് ഒരു സൈഡ് വരുന്നതായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് തിരിച്ചിട്ടിട്ട് ഈ സംഭവം റെഡിയാക്കി എടുക്കണം. ഒരുപാട് ഡീപ് ഫ്രൈ ആക്കണ്ട. നമ്മുടെ മീന് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്കിനി ഒരു പാത്രത്തിലിട്ട് കോരി ഒന്ന് മാറ്റാം. ഇത് പാത്രം ഇങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ റെഡിയാക്കാനായിട്ട് പോയതാ. 1-2 പീസ് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അതൊന്നും നമുക്ക് പ്രശ്നമല്ല. അത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് വറക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നാമത് തണുത്തിരിക്കുന്ന മീൻ നമ്മൾ പെട്ടെന്ന് നല്ല അതല്ല, ഇത് നമ്മുടെ നോൺ സ്റ്റിക്ക് ഒന്നും അല്ലല്ലോ, ഇത് മൺപാത്രമാണ്. അതിൻ്റെതായ വ്യത്യാസം വരും. അപ്പൊ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ സ്റ്റവ് കടിച്ചു തരും. ഇനി ബാക്കി നമ്മുടെ പരിപാടി ഉണ്ടല്ലോ. ഇതിനകത്ത് ഒരുപാട് എണ്ണ ചട്ടിക്കകത്ത് നമുക്ക് മിച്ചം വന്നിട്ടുണ്ട്. അപ്പൊ ആ എണ്ണക്കകത്ത് തന്നെയാണ് നമ്മൾ ബാക്കി കലാപരിപാടി. നമ്മുടെ
ചട്ടി സ്ഥിരം ചട്ടിയാണ്. അപ്പം നമുക്കതങ്ങോട്ട് കത്തിക്കാം. നമ്മൾ ഈ ഉപയോഗിച്ച എണ്ണ തന്നെ നമുക്ക് അതെ അതിൻ്റെ അകത്ത് തന്നെ നമ്മുടെ ബാക്കി പരിപാടി കൂടെ ചെയ്യാം. അപ്പൊ ആ മീനിന്റെ ടേസ്റ്റും അടിപൊളി. അതുണ്ടല്ലോ ഒന്ന് ചെയ്ത് നോക്കിക്കോ. സംഭവം നല്ല കിടിലൻ സാധനമാണ്. ഏത് മീൻ വെച്ചും ചെയ്യാവേ. നമ്മുടെ ഇപ്പൊ നമ്മുടെ ഈ സാധനമാണ് നമുക്ക് കിട്ടിയത്. അയലയോ മത്തിയോ എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഈ എന്താ പറയുന്നത് ചൂര ബെസ്റ്റ് സാധനം. ചൂരയൊക്കെയാണ് ഉണ്ടല്ലോ ഇത്രയും പൊടിഞ്ഞു പോകത്തില്ല. അതിനേക്കാളും കട്ടിയുള്ള ദശ ആയതുകൊണ്ടേ കുറെക്കൂടെ നന്നായിട്ട് കിട്ടും. ഇത് സാധനം ഉണ്ടല്ലോ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഇത് കാണുമായിരുന്നു കോമൺ ആയിട്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെ കാണാറില്ല. ഇപ്പം നമ്മുടെ ഇവിടെ ഇത് കോമൺ ആയി. അത് തന്നെ. അപ്പൊ നമുക്കിനി ഈ എണ്ണ നമുക്ക് ആ ചട്ടി ചൂടായിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കണം. ഒഴിച്ചിട്ട് വേണം പാകം വരാൻ. അപ്പൊ ഇത് നമുക്ക് ഇനി അങ്ങോട്ട് മാറ്റി വെക്കാം. എത്തിക്കട്ടെ. അപ്പൊ നമ്മള് വേറെ കുറച്ച് സാധനം കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളി നമ്മുടെ സവോളയാണ്. സവോള അതൊരു മീഡിയം സൈസ് വലുപ്പമുള്ള ഒരു സവോള നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ 2 അല്ലി നമ്മുടെ വെളുത്തുള്ളി. ഇത്ര സാധനം നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചട്ടിയുടെ അകത്ത് ഇതൊന്ന് റെഡിയായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ എണ്ണ തന്നെ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് വഴറ്റി അതെ നമ്മളെ എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആയിക്കോട്ടെ. എണ്ണ ഓൾറെഡി നല്ല ചൂടാണ്. അതുകൊണ്ട് നമുക്ക് സമയം കളയാതെ തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിയും നമ്മുടെ വെളുത്തുള്ളിയും സാധനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ട് ഇളക്കുക. അതെ അതായത് നമ്മൾ ഇട്ടപ്പോൾ തന്നെ ഗോൾഡൻ ബ്രൗൺ ആയി. അതിൻ്റെ ഒരു നമ്മുടെ മഞ്ഞളും മുളകും എല്ലാ സാധനവും ആ ഫ്ലേവർ ഈ ഉള്ളിയിലോട്ട് അങ്ങോട്ട് പിടിക്കുമ്പോഴത്തേക്കാണ് അതിൻ്റെ ആ ഒരു എന്താ പറയുന്നത് ടേസ്റ്റിന്റെ രഹസ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്നിന് വഴറ്റിയെടുക്കാം. അപ്പൊ ഉള്ളി വഴറ്റാനായിട്ട് ആയാലും ഇച്ചിരി സമയം എടുക്കും. അപ്പൊ അതിൽ വഴറ്റുന്ന വരെ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിം വെച്ച് വഴറ്റിയെടുക്കാം. അപ്പൊ ഒരു ഷോർട്ട് ബ്രേക്ക്. നമ്മുടെ എന്താ പറയുന്ന ഉള്ളിയും സാധനങ്ങളെല്ലാം അത്യാവശ്യം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത് നമ്മുടെ മസാല കൂട്ടുകൾ ചേർത്ത് ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. സ്പെഷ്യൽ ആൻഡ് ഹൈലൈറ്റ് അയമോദകം, പട്ട, ഗ്രാമ്പു, ഏലക്ക 2 എണ്ണം, കുരുമുളക്, പെരിഞ്ചീരകം, പിന്നെ നമ്മുടെ മേത്തി. ഇത്ര സാധനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. പ്രത്യേകം തീ എപ്പോഴും കുറച്ച് വെക്കാൻ ചെയ്യണം. പിന്നെ ഇതില് നമ്മുടെ ഏലക്ക പൊട്ടിച്ചിടണേ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിത്തെറിക്കും. അങ്ങനെയൊക്കെ ചില സൂക്കുകൾ ഈ സാധനങ്ങളൊക്കെ. അപ്പൊ ഇതെല്ലാം കൂടെ അങ്ങോട്ട് സമൂലം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അടിപൊളി കിടുക്കാച്ചി സാധനം. ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇനിയുണ്ടല്ലോ ഇതൊന്ന് നമുക്കൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് മൂക്കണം. ഇങ്ങനെ വരണം. ആ സമയത്ത് ലോ ഫ്ലെയിമിലായിരിക്കണം ചെയ്യുന്നത്. അത് വളരെയധികം ശ്രദ്ധിച്ചോണം കേട്ടോ. ഈ ലോ ഫ്ലെയിം ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മള് സിമ്മിലിട്ടേക്കാം. സിമ്മിലിട്ട് വേണം ഈ സാധനം എല്ലാം ചേർക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതിന്റെ ഒരു മണം എല്ലാം പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്യും. അടിപൊളി കേട്ടോ. മണം നന്നായിട്ട് മണോന്നറിയോ? കാര്യം എന്നാന്നറിയോ? നമ്മുടെ ഈ മേത്തിയൊക്കെ ഇല്ലേ, അതായത് ഉലുവയുടെ ഇല അതൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പൊ അതാണ് നമ്മൾ തീ കസൂരി മേത്തി. അതെ കസൂരി മേത്തി. അപ്പൊ സംഭവം ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എന്താ പറയുക നമ്മുടെ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ മീനിന്റെ അത് മുളകുപൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറവ് മാത്രം ചേർത്തിച്ചാൽ മതി ഇപ്പോഴേ. അപ്പൊ അതിന്റെ അനുസരിച്ച് ചേർക്കാവും, കൂടുതൽ ചേർക്കരുത്. അതെ നമ്മള് ഇപ്പം ഉള്ളി വഴറ്റാൻ നേരം ഒരു സ്വല്പം നമ്മൾ ഉപ്പ് ചേർത്തായിരുന്നു. അപ്പൊ അതും കൂടെ നമ്മൾ നോക്കണം. മഞ്ഞൾപ്പൊടിയെ ഇളക്കി കൊടുക്കുക. ചിലവിടേന്ന് മല്ലിപ്പൊടി. തീ കുറച്ച് തന്നെ വെക്കണേ. അതെ തീ ലോ ഫ്ലെയിം. നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി നമ്മൾ നേരത്തെ മീനിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ ഒരു 2 ടീസ്പൂണോളം മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇതിന്റെ ഈ പൊടികളുടെ പച്ചമണം അത് മാറണം. ഇനി അതാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. അതൊക്കെ നിമിഷം നേരം മതി. അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൽച്ചട്ടിയല്ലേ. കൽച്ചട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനങ്ങോട്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്റെ സ്വഭാവം അതെ. ഇതിനകത്ത് ഇനി ഒരു സ്വല്പം എണ്ണ കൊടുക്കണം. അതും കൂടെ അതല്ല ഈ
ഇതിങ്ങനെ പറ്റിയിരിക്കുന്നില്ല. ഇത് നമ്മൾ ഈ പറ്റിയിരിക്കുന്ന നമ്മൾ കളയത്തില്ല. ഏറ്റവും അവസാനം നമ്മൾ പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് ചിരണ്ടിയിടാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പൊ അത് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് സംഭവത്തിന്റെ. നമ്മള് സാധാരണ ഒരു കയ്പ് മീൻ കറിക്ക് ഒരു ചെറിയ കയ്പ് വരാൻ വേണ്ടി നമ്മൾ സാധാരണ ഉലുവ ചേർക്കാറുണ്ട്. പക്ഷെ ഇതിന്റെ നമ്മൾ ഉലുവയുടെ ഇലയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അതാണ് അതിന്റെ വ്യത്യാസം. നമ്മുടെ കുടംപുളിയെ കുടംപുളി നമുക്ക് ആവശ്യമായിട്ട് നമുക്ക് ചേർത്തെടുക്കാം. ഇനി ചെറുപറ ഇളക്കുക. ഇപ്പം നമുക്ക് ഇച്ചിരി തീ കൂട്ടി വെക്കാവേ. കാരണം നമ്മളിപ്പം വെള്ളം ഒഴിച്ചതുകൊണ്ട് നമുക്ക് തീ കൂട്ടി വെക്കാം. ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. കുറേശ്ശെ ഒഴിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള മാത്രം ചേർത്തിച്ചാൽ മതി. ഇത് മാത്രമാണ് നമ്മളുടെ മീൻ നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനനുസരിച്ച് നമ്മൾ അതൊന്ന് മുങ്ങി കിടക്കണം. മതിയല്ലോ. മതി. അപ്പൊ ഇനി നമ്മൾ സാധാരണ നമ്മൾ കറി വെക്കുന്ന പോലെ തന്നെ ഇതൊന്ന് ഉപ്പിടുക. അതെ. അപ്പൊ ഇതിന് കൂടെ നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇടാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ഉപ്പോടെ ചേർത്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ മീൻ വറുത്തപ്പോഴും ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. നമ്മൾ ഉള്ളി വഴറ്റിയപ്പോഴും ഒരു സ്വല്പം ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ട്. ആ പുതിനയുടെ രണ്ടേലയും കൂടെ. അപ്പൊ നമ്മുടെ പുതിനയിലയാണ്. അപ്പൊ ഇതും കൂടെ നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അടിപൊളി. അപ്പൊ ഇനി നമുക്കിന്ന് അടച്ചു വെക്കാം. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതിന്റെ ഫ്ലേവർ വെളിയും. അതുകൊണ്ടാണ് നമ്മൾ അത് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് അടച്ചു വെക്കുന്നത്. നമ്മുടെ മീൻ നേരത്തെ വെന്തതായതുകൊണ്ട് നേരത്തെ തന്നെ ഇടേണ്ട കാര്യമില്ല. ഇത് നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. അപ്പം ഒരു ഷോർട്ട് ബ്രേക്ക്. നമ്മുടെ ഗ്രേവി നമുക്ക് ഏത് രീതിയിലായിരുന്നു നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ലതായിട്ട് പുകയായിരുന്നു. അടിപൊളി സംഭവം. അടിപൊളിയായിട്ടുണ്ട്. മണം എന്താ ഒരു മണം. നമുക്ക് അതിന് ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് വേണം നമുക്ക് മീനൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മള് അപ്പൊ തീ നമ്മളൊന്ന് കുറച്ചിക്കുകയാണെങ്കിൽ ഗ്രേവി ഉണ്ടോ നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. നല്ല ചൂടാണ്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഒരു ശക്കലം ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമില്ല. കൂടി പോയാൽ പണി കിട്ടും. നമ്മൾ ഇച്ചിരി കുറച്ച് ഇട്ടത് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീൻ മതിയാവും. അത് കറക്റ്റ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഉപ്പ് കുറച്ചാണ് നമ്മൾ ഇട്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വറുത്ത് വെച്ച് നമ്മുടെ ഐറ്റംസ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ തീ കുറയ്ക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇപ്പൊ നല്ല തീയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന്. ഇത് ഓൾറെഡി നമ്മുടെ സാധനം വെന്തതാണ്. ഇനിയുണ്ടല്ലോ അധികം നേരം ഒന്നും ഈ സാധനത്തിന് വേണ്ട. ഇതിന്റെ അകത്തോട്ടൊന്ന് ആ ഗ്രേവി ഒന്ന് കേറിയാൽ മാത്രം മതി. അത് പിന്നെ അധികം കട്ടിയില്ലാത്ത മീനായതുകൊണ്ട് പെട്ടെന്ന് അടച്ചു വെക്കണം. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. അത്രേ ഉള്ളൂ കാര്യം. അപ്പൊ നമ്മുടെ പരിപാടികൾ പെട്ടെന്ന് തന്നെ കഴിയും. അപ്പൊ എന്തായാലും കൊള്ളാം. ഇതുപോലെ ഏത് മീൻ വെച്ച് ഒന്ന് ചെയ്ത് നോക്കിക്കോ. ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോ വെച്ചാൽ ഇതേ വെക്കത്തുള്ളൂ. അതെ, ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു. അടിപൊളി സംഭവം. നമ്മൾ സാധാരണ എപ്പോഴും വെക്കുന്ന ആ ഒരു ടേസ്റ്റേ അല്ല ഇതിന് വരുന്നത്. അതെ. അപ്പൊ നമ്മൾ ഈ വറക്കാനായിട്ട് ആ കറിവേപ്പിലയും എല്ലാം ഒരു സാധനം നമ്മൾ ഇതിനകത്ത് കളയാൻ പാടില്ല കേട്ടോ. നമ്മൾ വറക്കാൻ വെച്ച പാലില്ലേ, വറക്കാൻ വെച്ച പാലിന്റെ അകത്ത് ഒട്ടിപ്പിടിച്ചത് പോലും നമുക്ക് ചിരണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലും നമ്മള് ഇതിന്റെ അകത്ത് എല്ലാം ഒഴിച്ചു കൊടുക്കുക. ഒരു ഡ്രോപ്പ് പോലും കളയണ്ട. കറിവേപ്പില എല്ലാം ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമ്മുടെ ചട്ടിക്ക് ചൂടുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഒന്ന് ചുറ്റിക്കണം. മതി. സംഭവം കഴിഞ്ഞു. ഒരു മീൻ മാറി കിടക്കണം, പിണങ്ങി കിടക്കണ്ട, മാറി കിടക്കണം. ഇനി നമുക്കിതൊന്ന് ഒന്ന് അടച്ചു വെക്കുക. 2 മിനിറ്റ് ആ ഫ്ലേവറൊക്കെ അതിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടി തീ സിമ്മാൻ മതി കേട്ടോ. ഒരുപാട് തീ വേണ്ട. കാര്യം ഓൾറെഡി നമ്മുടെ സംഭവം വെന്തതാണ്. അപ്പോൾ അതൊന്ന് അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നോക്കണേ, കണ്ട ആയി വറക്കുന്നുണ്ടോ? അടിപൊളി. അപ്പം ഇനി നമുക്ക് ഏറ്റവും അവസാനം ഒരു കലാപരിപാടി കൂടെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഇത് നമ്മുടെ കറിവേപ്പില. അപ്പോൾ ആ കറിവേപ്പില നമ്മൾ തണ്ടോടെ കൊണ്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ചെയ്യേണ്ടത് ഇത് നമ്മുടെ പുതിനയിലയാണ്. അപ്പോൾ അവനെ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇങ്ങനെ 2-3 സൈഡിൽ അങ്ങോട്ട് വെക്കുക. അപ്പോൾ അതുകൊണ്ടല്ല വെട്ടി തിളച്ചോണ്ടിരിക്കുക സാധനം.
അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അതിന് തീ ഓഫ് ചെയ്യാവേ. അതിന് തീ അങ്ങ് ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് 1 മിനിറ്റ് കൊണ്ട് നിന്ന് അടച്ചു വെച്ചേക്കാം. നല്ല ഫ്ലേവർ എല്ലാം പോവാതിരിക്കാൻ വേണ്ടി. എന്നിട്ടുണ്ടല്ലോ ഒരു മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വേണം ഇത് കഴിച്ചെടുക്കാൻ. കാര്യം എന്താ വെച്ചാൽ ആ എന്താ പറയുന്നത് നമ്മുടെ ഗ്രേവിയുടെ ആ സംഭവം എല്ലാം അതിലോട്ടൊന്ന് പിടിക്കാനായിട്ട് നമ്മളൊരു മിനിമം 2 മണിക്കൂർ കൂടുതൽ വെച്ചാലും അടിപൊളിയായിരിക്കും സാധനം. അപ്പൊ എന്തായാലും കൊള്ളാം. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. മീൻ വാങ്ങിച്ച് കട്ട് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇതുപോലെ ഈ മസാല കൂട്ടിൽ ഒന്ന് ചെയ്ത് നോക്കിയോ. ഈ മസാല ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം ചെയ്യും, അത് ഉറപ്പാണ്. കാര്യം അതുപോലത്തെ ഒരു അമ്മാതിരി ടേസ്റ്റാണ് സാധനം. അപ്പോൾ എന്തായാലും കൊള്ളാം. ചെയ്ത് നോക്കിക്കോ. ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ഓൺ ചെയ്ത് അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ കൊണ്ടുവരും. പിന്നെ അതിനുശേഷം പിന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറക്കാതെ കമന്റും ലൈക്കും ഒക്കെ ചെയ്യണം. അതെ, അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്യുക. അപ്പം വ്യത്യസ്തമായ വേറൊരു രുചിക്കൂട്ടുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. അപ്പൊ എല്ലാവർക്കും ഈ സ്പെഷ്യൽ മീൻകറി ബൈ ബൈ. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.